Hello friends, welcome to my YouTube channel. So നമ്മൾ പ്രൈസ് ആക്ഷൻ ട്രേഡിംഗിലെ ആറാമത്തെ എപ്പിസോഡിലാണ്. സോ ഈ ഒരു ലേണിംഗ് സീരീസിൽ നമ്മൾ കാൻഡിൽ സ്റ്റിക് പാറ്റേണിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സോ കാൻഡിൽ സ്റ്റിക് പാറ്റേണിൽ ഓൾറെഡി നമ്മൾ കുറേ കാൻഡിൽ സ്റ്റിക്സിനെ കുറിച്ച് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്വിസർ ബോട്ടം കാൻഡിൽ സ്റ്റിക്കും പിന്നെ ട്വിസർ ടോപ്പ് കാൻഡിൽ സ്റ്റിക്കിന്റെ ഫോർമേഷൻ എങ്ങനെയാണ്, സോ അതിന്റെ ട്രേഡ് എൻട്രി എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിന് മുമ്പായിട്ട് ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിനെ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യം നമുക്ക് ട്വിസർ ബോട്ടം കാൻഡിൽ സ്റ്റിക് ഫോർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് കാൻഡിൽ സ്റ്റിക്ക് കൂടുന്ന ഒരു കാൻഡിൽ സ്റ്റിക് ഫോർമേഷൻ ആണ് നമുക്ക് ട്വിസർ ബോട്ടം വരുന്നത്. സോ അതിനകത്ത് നമുക്ക് ഫസ്റ്റ് കാൻഡിൽ വരുന്നത് നമുക്കൊരു ബിയറിഷ് കാൻഡിൽ ആയിരിക്കണം. സോ സെക്കൻഡ് കാൻഡിൽ നമുക്ക് വരുന്നത് ഒരു ബുള്ളിഷ് കാൻഡിൽ ആയിരിക്കണം. സോ ഈ ഒരു ബിയറിഷ് കാൻഡിലിന്റെയും ബുള്ളിഷ് കാൻഡിലിന്റെയും ലോ പ്രൈസ് എന്ന് പറയുന്നത് രണ്ടും ഈക്വൽ പ്രൈസ് തന്നെ ആയിരിക്കണം. സോ അങ്ങനത്തെ ഒരു കാൻഡിൽ സ്റ്റിക് ഫോർമേഷൻ ആണ് നമുക്ക് ഒരു ട്വിസർ ബോട്ടം കാൻഡിൽ സ്റ്റിക് എന്ന് പറയുന്നത്. സോ ഇതിന്റെ അർത്ഥം എന്ന് നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ഒരു കണ്ടിന്യൂസ് ഒരു ഡൗൺവേർഡ് ട്രെൻഡിങ് മാർക്കറ്റ് ആയിരുന്നു. സോ ആ ഒരു സപ്പോർട്ട് സോണിന്റെ അടുത്ത് ഈ ഒരു സെല്ലേഴ്സ് വരുമ്പോഴത്തേക്കിനും അവരുടെ സ്ട്രെങ്ത് വീക്ക് ആകുമ്പോഴത്തേക്കിനും അവിടെ അഗ്രസീവ് ആയിട്ടുള്ള ബയേഴ്സ് എൻട്രി ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ആ ഒരു ലോ പ്രൈസ്, ആ ഒരു ക്യാൻഡിലിന്റെ ലോ മാർക്കറ്റ് നെക്സ്റ്റ് ക്യാൻഡിലിൽ അതിന്റെ ഫോളോ അപ്പ് ക്യാൻഡിലിൽ ബ്രേക്ക് ചെയ്യാൻ സാധിക്കാത്തത്. സോ അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റ് ആ ഒരു ക്ലോസിംഗ് പ്രൈസ് എവിടെയാണോ അല്ലെങ്കിൽ ആ ഒരു പ്രൈസിന്റെ ലോ എവിടെയാണോ അവിടെ തന്നെ ആയിരിക്കും നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു ക്യാൻഡിലിനെ മേളിലോട്ട് പുഷ് ചെയ്ത് ആ ഒരു ക്യാൻഡിലിനെ ഫുള്ളി ആ ഒരു ബിയറിഷ് സെന്റിമെന്റിൽ നിന്ന് ആ ഒരു നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ ആ ഒരു ബുള്ളിഷ് സെന്റിമെന്റിലോട്ട് അത് കൺവേർട്ട് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു ക്യാൻഡിൽ ആ ഒരു സപ്പോർട്ട് സോണിന്റെ അവിടെ വരുമ്പോഴത്തേക്കിനും ആയിരിക്കും അങ്ങനത്തെ ആ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക് ഫോർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് റിയൽ മാർക്കറ്റിൽ എല്ലാ സ്ഥലത്തും നമുക്ക് ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ സ്റ്റിക് ഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ക്ലോസിംഗ് പ്രൈസും നെക്സ്റ്റ് ക്യാൻഡിലിന്റെ ഓപ്പണിംഗ് പ്രൈസും നമുക്ക് ഒരേ സ്ഥലത്ത് കാണാൻ സാധിക്കത്തില്ല. സോ നമുക്ക് ഒരു റിയൽ മാർക്കറ്റ് സിനാരിയോയിൽ നമുക്ക് ഇങ്ങനത്തെ ചെറിയൊരു വിക്ക് ഫോർമേഷൻ നമുക്ക് കാണാൻ സാധിക്കും. സോ ഇങ്ങനെ ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു വിക്ക് ഫോർമേഷൻ വന്നു, നെക്സ്റ്റ് ക്യാൻഡിലിന്റെ വിക്കും ആ ഒരു ഓൾമോസ്റ്റ് ഈക്വൽ പ്രൈസിൽ തന്നെയാണ് വന്നേക്കുന്നത്. സോ ഇവിടെ നോക്കുവാണെങ്കിലും എല്ലാത്തിനും രണ്ട് ക്യാൻഡിലിന്റെയും ഈക്വൽ പ്രൈസ് ആയിരിക്കും. സോ അങ്ങനത്തെ ഒരു ക്യാൻഡിൽ ഫോർമേഷനും നമുക്ക് ട്വിസർ ബോട്ടം ക്യാൻഡിൽ സ്റ്റിക് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഇനി ഒരു ചാർട്ടിൽ നമുക്കൊരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. സോ ഞാൻ കൺസിഡർ ചെയ്തേക്കുന്ന ചാർട്ട് ബാങ്ക് നിഫ്റ്റിയുടെ 7th ഫെബ്രുവരിയുടെ 5 മിനിറ്റ്സിന്റെ ചാർട്ടാണ്. സോ ഈ ഒരു ചാർട്ടിൽ മാർക്കറ്റ് കണ്ടിന്യൂസ് ഒരു ഡൗൺവേർഡ് ട്രെൻഡ് ആയിരുന്നു. സോ ഇവിടെ നമുക്ക് ഒരു വലിയൊരു ബിഗ് ബാർ ക്യാൻഡിൽ നമുക്ക് കാണാൻ സാധിച്ചു. സോ ആ ഒരു ബിഗ് ബാർ ക്യാൻഡിൽ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സപ്പോർട്ട് സോണിന്റെ അവിടെ ഈ ഒരു ക്യാൻഡിലിന്റെ ക്ലോസിംഗ് വന്നു. സോ അത് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഇവിടെ ഒരു ഹാമർ ക്യാൻഡിലിന്റെ ഫോർമേഷൻ വന്നു. സോ ഓൾറെഡി നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഡൗൺവേർഡ് ട്രെൻഡിങ്ങിൽ മാർക്കറ്റിൽ ഒരു സപ്പോർട്ട് സോണിന്റെ അവിടെയാണ് നമുക്ക് ഒരു ഹാമർ ക്യാൻഡിലിന്റെ ഫോർമേഷൻ വരുന്നതെങ്കിൽ അത് നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു റിവേഴ്സൽ ഇൻഡിക്കേഷൻ ആണ്. സോ അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ക്യാൻഡിലിൽ നമുക്ക് ഒരു കൺഫർമേഷൻ എടുത്തിട്ട് നമുക്ക് ട്രേഡിലോട്ട് എൻട്രി ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രീവിയസ് വീഡിയോയിലൊക്കെ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ നോക്കുവാണെങ്കിൽ, സോ അതിന്റെ പ്രീവിയസ് ക്യാൻഡിൽ നോക്കുവാണെങ്കിൽ അതിന്റെ ലോയും ഈ ഒരു ഹാമർ ക്യാൻഡിലിന്റെ ലോയും വന്നേക്കുന്ന ഈക്വൽ പ്രൈസ് ആണ്. സോ ഇത് നമുക്ക് ഒരു ട്വിസർ ബോട്ടം ക്യാൻഡിലായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ ഇവിടെ നമുക്ക് ഹാമർ ക്യാൻഡിലിന്റെ ഫോർമേഷനും ഉണ്ട്, ഒരു ട്വിസർ ബോട്ടം ക്യാൻഡിലിന്റെ ഫോർമേഷനും ഉണ്ട് ആ ഒരു സപ്പോർട്ട് സോണിന്റെ അവിടെ. സോ ഇത് നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു റിവേഴ്സൽ തന്നെയാണ്. സോ അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് നമുക്ക് നോക്കുവാണെങ്കിൽ മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു അപ്വേർഡ് ട്രെൻഡിലോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്ക് ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷനും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ആ മാർക്കറ്റ് എപ്പോഴൊക്കെ ആ ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷന്റെ അവിടെ മാർക്കറ്റ് വരുന്നുണ്ടോ അവിടെ എല്ലാം നമുക്ക് ഒരു ട്വിസർ ബോട്ടം ക്യാൻഡിലിന്റെ ഫോർമേഷൻ വരുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബയേഴ്സ് ഇവിടെ ബയേഴ്സിന്റെ സ്ട്രെങ്ത് ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. ബയേഴ്സ് ആ ഒരു ട്രെൻഡ് ലൈനിനെ ബ്രേക്ക് ചെയ്യാൻ സമ്മതിക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ മാർക്കറ്റിനെ പുഷ് ചെയ്ത് മാർക്കറ്റിനെ ഒരു അപ്വേർഡ് ട്രെൻഡിലോട്ട് മാർക്കറ്റ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സോ മാർക്കറ്റ് എപ്പോഴൊക്കെ ആ ഒരു ട്രെൻഡ് ലൈൻ്റെ അവിടെ വരുന്നുണ്ടോ അവിടെയൊക്കെ നമുക്ക് ഒരു ട്വിസർ ബോട്ടം ക്യാൻഡിലിന്റെ ഫോർമേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റ് നമ്മൾ ഒരിക്കലും ഒരു ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺസും നമുക്ക് അതിനെ സിംഗിൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് എൻട്രിയിലോട്ട് എൻട്രി എടുക്കാം, ഒരു ട്രേഡിലോട്ട് എൻട്രി എടുക്കാൻ പാടില്ല. സോ ആ ഒരു ക്യാൻഡിൽ സ്റ്റിക് പാറ്റേണിന്റെ കൂട്ടത്തിൽ നമുക്ക് അതിന്റെ സപ്പോർട്ടീവ് ആയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്ററും കൂടെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ വരണം, അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് സോണിന്റെ അവിടെ ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു EMA ലൈൻ വരുന്നുണ്ട്. സോ അങ്ങനത്തെ വേറെ ഏതെങ്കിലും ഒരു സെക്കൻഡറി ഒരു ഇൻഡിക്കേറ്ററും കൂടെ യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് ട്രേഡിലോട്ട് എപ്പോഴും ഒരു എൻട്രി എടുക്കാൻ. എന്നാൽ മാത്രമേ അത് വാലിഡ് ആയിട്ടുള്ള എൻട്രി ആകാനുള്ള പ്രോബബിലിറ്റി കൂടത്തുള്ളൂ. ഓക്കെ, സോ ഇത് നമുക്ക് ഒരു നെക്സ്റ്റ് ട്വിസർ ടോപ്പ് ക്യാൻഡിലിന്റെ ഫോർമേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സോ ട്വിസർ ടോപ്പ് ക്യാൻഡിൽ ഫോർമേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ട്വിസർ ബോട്ടത്തിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ്.
ഇതിനകത്ത് നമുക്ക് രണ്ട് കാൻഡിൽ സ്റ്റിക്ക് ഉണ്ടാവും. സോ അതിന്റെ ഫസ്റ്റ് കാൻഡിൽ നമുക്കൊരു ബുള്ളിഷ് കാൻഡിൽ ആയിരിക്കണം. സോ സെക്കൻഡ് കാൻഡിൽ നമുക്കൊരു ബിയറിഷ് കാൻഡിൽ ആയിരിക്കണം. സോ ഈ ഒരു രണ്ട് കാൻഡിൽ സ്റ്റിക്കിന്റെ ഹൈ എന്ന് പറയുന്നത് ഈക്വൽ പ്രൈസിൽ തന്നെ ആയിരിക്കണം. സോ ഈക്വൽ പ്രൈസിലുള്ള ആ ഒരു രണ്ട് കാൻഡിൽ സ്റ്റിക്ക് ഒരു റെസിസ്റ്റൻസ് സോണിന്റെ അവിടെയാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് ഒരു ട്വീസർ ടോപ്പ് കാൻഡിൽ ഫോർമേഷൻ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അതൊരു റെസിസ്റ്റൻസ് സോണിൽ അവിടെ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് വാലിഡ് ആയിട്ടുള്ള ഒരു ട്വീസർ ടോപ്പ് കാൻഡിൽ ഫോർമേഷൻ ആവത്തുള്ളൂ. സോ ഇനി നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് നല്ലൊരു ഡൗൺവേർഡ് ട്രെൻഡ് ആയിരുന്നു. സോ ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ അഗ്രസീവ് ആയിട്ടുള്ള സെല്ലേഴ്സ് അവിടെ എൻട്രി ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് ഒരു സപ്പോർട്ട് സോണിന്റെ അവിടെ മാർക്കറ്റ് ആ ഒരു സപ്പോർട്ട് സോണിൽ മാർക്കറ്റ് ഒരു ഹാമർ ക്യാൻഡിൽ ഫോർമേഷൻ വന്നിട്ട് മാർക്കറ്റ് ഒരു റിവേഴ്സൽ സിഗ്നൽ സൈൻ കാണിച്ചിട്ടുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഓപ്പണിംഗ് പ്രൈസ് എവിടെയാണ് ഇവിടെ നമുക്ക് ഒരു റെസിസ്റ്റൻസ് സോൺ ഉണ്ടായിരുന്നു. സോ ആ ഒരു റെസിസ്റ്റൻസ് സോണിൽ എത്തിയപ്പോഴത്തേക്കിനും ഒരു ബിഗ് ബാർ ക്യാൻഡലിൽ മാർക്കറ്റ് ആ ഒരു റെസിസ്റ്റൻസ് സോണിനെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു. ബട്ട് അത് ഫെയിൽ ആവുക ചെയ്തേക്കുന്നത്. അപ്പം സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്വേർഡ് ട്രെൻഡിൽ ഉണ്ടായിരുന്ന ബയേഴ്സ് അവിടെ ആ ഒരു റെസിസ്റ്റൻസ് സോണിനെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അവിടെ ആ ഒരു വീക്ക്നെസ് അവിടെ ബയേഴ്സിന് വീക്ക്നെസ് അവിടെ കാണിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അഗ്രസീവ് ആയിട്ടുള്ള സെല്ലേഴ്സ് അവിടെ എൻട്രി ചെയ്തിട്ട് ആ ഒരു മാർക്കറ്റിന്റെ ട്രെൻഡ് ആ ഒരു ബിയറിഷ് സെന്റിമെന്റിലോട്ട് അവർ കൺവേർട്ട് ചെയ്യുക ചെയ്തേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ബയേഴ്സ് ഇവിടെ ഓൾറെഡി എൻട്രി ചെയ്തേക്കുന്ന ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് സോണിന്റെ താഴെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ആ ഒരു സപ്പോർട്ട് സോണിന്റെ അവിടെ എത്തിയപ്പോഴത്തേക്കിന് നല്ല വലിയൊരു രണ്ട് ബിഗ് ബാർ ക്യാൻഡിലായിട്ട് വന്നിട്ട് ആ ഒരു സപ്പോർട്ട് സോണിനെ ബ്രേക്ക് ചെയ്തപ്പോഴത്തേക്കിന് അവരുടെ എല്ലാവരുടെ SL ഹിറ്റ് ചെയ്തുകൊണ്ട് തന്നെ നല്ല ഒരു ഫോള് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു. സോ നമുക്ക് ഏതൊരു ക്യാൻഡിൽ ഫോർമേഷൻ ആണെങ്കിലും നമുക്ക് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സോണിന്റെ അവിടെയാണ് നമുക്ക് ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ഫോർമേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതെങ്കിൽ അത് നല്ല വാലിഡ് ആയിട്ടുള്ളതാണ്. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് നമുക്ക് വോളിയം കൂടെ കൺസിഡർ ചെയ്യണം. സോ ഇപ്പൊ ഇവിടെ ഒരു സെല്ലേഴ്സ് എൻട്രി ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ബിയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എൻട്രി എടുക്കാൻ പാടില്ല. ആ ഒരു ബിയറിഷ് ക്യാൻഡിലിന്റെ വോളിയം കൂടെ നോക്കണം. ആ വോളിയം ആവറേജ് വോളിയത്തിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ മാത്രം നമുക്ക് നെക്സ്റ്റ് ക്യാൻഡിൽ നമുക്ക് എൻട്രി എടുത്തിട്ടും ഈ ഒരു റെസിസ്റ്റൻസ് സോണിന്റെ മേളിലായിട്ട് നമുക്ക് ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതാണ് ട്വീസർ ടോപ്പ് ആൻഡ് ട്വീസർ ബോട്ടം കാൻഡിൽ ഫോർമേഷൻ. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. സോ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.